ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിന് ചൈതന്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയായ അടിയനെയും അടുത്ത തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയൻ്റെ അതരത്തോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങ് അടിയനെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 15. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവരോട് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിന്മാറ്റത്തിലായിരിക്കുന്ന പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം വായിച്ചു കേട്ടതായ വേദഭാഗം. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം വളരെ നേരമായി കർത്താവ് കടക്കരയിൽ തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്ത ശേഷം, അവർ കഴിച്ച് തൃപ്തരായതിനു ശേഷം, ഭക്ഷണം ഒരുക്കിയതായ കർത്താവ് കഴിച്ചവരോട് ഒരു ചോദ്യം ചോദിച്ചു. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയേക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സമ്പത്തുകളുണ്ട്, മിടുക്കരായ നമ്മുടെ മക്കളുണ്ട്. ഇവയേക്കാളൊക്കെയും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിക്കുന്നു. ഇതേ ചോദ്യം ഇന്ന് എന്നോടും നിങ്ങളോടും കർത്താവ് ചോദിക്കുമ്പോൾ നമുക്കെന്താണ് മറുപടി പറയുവാനുള്ളത് എന്നാണ് ഈ രാത്രി ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാനുണ്ടാകാം, ഉവ്വ് കർത്താവെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ എല്ലാ ആഴ്ചകളിലും ദേവാലയങ്ങളിൽ കടന്നു വരുന്നതും അങ്ങയെ പാടി മഹത്വപ്പെടുത്തുന്നതും അവിടുത്തെ തിരുവചനം വായിക്കുന്നതും പഠിക്കുന്നതൊക്കെയും അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണല്ലോ എന്ന് ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ ദൈവം നമ്മളെ അത് വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ
പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, ഈ പൂർണ്ണത അവിടെ ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം ദൈവത്തിനായിരിക്കണം. ഉദാഹരണമായി പറയുമ്പോൾ, എനിക്കും നിങ്ങൾക്കും മക്കളുണ്ട്. നമ്മുടെ മക്കളെ സ്നേഹിക്കുകയും നമ്മുടെ മക്കളെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മുടെ മക്കളെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ രാത്രി ദൈവം ചോദിക്കുമ്പോൾ, ഉപകർത്താവേ എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് പൂർണ്ണത ആവശ്യമാണ്. പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണമെന്ന് പഴയ നിയമ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. പുതിയ നിയമത്തിലും ഇതുതന്നെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ അവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അവരോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ചോദിക്കണം. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിനും പുതിയ നിയമത്തിലെ ദൈവത്തിനും മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ഒന്നു തന്നെയാണ്. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ദൈവത്തെ ആ പ്രകാരം സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ, അതെയോ നമ്മുടെ ജീവിതത്തിൻ്റേതായ അനുഗ്രഹങ്ങൾ നിലനിർത്തുവാൻ തക്കവണ്ണമാണോ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? പലപ്പോഴും ദൈവത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാനോ ദൈവത്തിൻ്റെ ആലോചനകൾ മനസ്സിലാക്കുവാനോ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. ദൈവസന്നിധിയിൽ കടന്നു പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ദൈവം മറുപടി തരുവാനും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും തക്കവണ്ണം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അങ്ങനെയുള്ള സ്നേഹമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന് ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, ജീവിതത്തിൽ പരമപ്രധാനമായി ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിന് നമുക്ക് എത്ര പേർക്ക് ആ പ്രകാരം ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ, ദൈവിക ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം അതിനാവശ്യമായ സമയവും സാഹചര്യവും സമ്പത്തും ചെലവഴിക്കുന്നവനായിരിക്കണം ഒരു ദൈവ പൈതൽ. അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ ആയിരിക്കണം ഉയർത്തിക്കാട്ടേണ്ടത്. കാരണം അവൻ്റെ ശരീരത്തുള്ള ജീവൻ്റെ ഉടയവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കണം. അവന് ദൈവം കൊടുത്ത സമ്പത്ത് അവൻ്റെ ജീവനെ ഒരിക്കലും കാത്തു സൂക്ഷിക്കുകയില്ല. നാം കടന്നു പോകുന്ന വഴികളിലും യാത്രകളിലും നമ്മെ പരിപാലിക്കേണ്ടത്, നമ്മളെ രക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. ദൈവം നമ്മെ കാണുന്നുണ്ട് എന്നും ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തികളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണാത്മാവോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിന് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് താഴ്മയുണ്ടാകും. ദൈവമാണ് എനിക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണം എൻ്റെ ദൈവമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ദാവീദിന് ഈ പ്രകാരമുള്ള ഹൃദയമുള്ളവനായിരുന്നു ദാവീദ്. തൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ദൈവമാണ്.
പുൽമേടയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിൻ്റെ ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. അവൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അവൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവനൊരു ആട്ടിടയനായിരുന്നു. ആരും അറിയാതെ കാടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നായിരുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് ദാവീദ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് ദാവീദ് പറയുന്നത്. എൻ്റെ നാവിന്മേൽ എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കും. ദൈവം എനിക്ക് നൽകിയ ഉപകാരങ്ങളെക്കുറിച്ച് അവൻ എപ്പോഴും ഓർക്കുന്നവനാണ്. മനുഷ്യരെ സംബന്ധിച്ച് പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്നവരാണ് പലപ്പോഴും മനുഷ്യർ. ദൈവം നൽകിയ ഉപകാരങ്ങളും ദൈവം കരം പിടിച്ചു നടത്തിയ വഴികളെക്കുറിച്ചും മറന്നു പോകുന്നവരാണ് മനുഷ്യർ. എന്നാൽ ദൈവം മറക്കുന്ന ദൈവമല്ല എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ദൈവത്തെ പരിപൂർണമായി സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയണം. ഇവിടെ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. പത്രോസ് അവിടെ മറുപടി പറയുകയാണ്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് അതേ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ജീവിതത്തിലെ പരമപ്രധാനമായ സ്ഥാനം അവൻ്റെ ഹൃദയത്തിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനായി തീരണം. ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ സ്വർഗം അത് രേഖപ്പെടുത്തുന്നത്, അതിനൊരു ഡെഫിനിഷനുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു. എല്ലാ ആഴ്ചകളിലും ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്. നിങ്ങൾ ദൈവത്തെ വായ് കൊണ്ട് സ്തുതിക്കുന്നുവെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്. പിന്നെയോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കും. അപ്പോൾ ദൈവിക കൽപ്പനകൾ, ദൈവത്തിൻ്റെ തിരുവചനം അനുസരിക്കുന്നുവെങ്കിൽ നാം എന്തു ചെയ്യുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവനായി തീരുന്നു. നമുക്കെത്ര പേർക്ക് ദൈവത്തിൻ്റെ തിരുവചനം അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റേതായ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെയും ഞാനും നിങ്ങളും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യും. എന്നാൽ പരിപൂർണമായി ദൈവത്തിൻ്റെ തിരുവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ദൈവിക ആലോചനകൾ മനസ്സിലാക്കി ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമുക്ക് എത്ര പേർക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ട്? ഇതൊരു ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ പരമപ്രധാനമായി സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ദൈവത്തിലുള്ള ആശ്രയമാണ്. ഇത് മറ്റുള്ളവർക്ക് കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല. മനുഷ്യനെ സംബന്ധിച്ച് പുറമേയുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ പോകുമ്പോൾ അവിടെ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ ശോധന ചെയ്യുന്നുവെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുറമേയുള്ള ഭക്തിയുടേതായ പ്രകടനങ്ങളൊക്കെയും കാഴ്ചവെക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരു ഭക്തരായ മനുഷ്യരാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ഭക്തരാണ്,
നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ദേവാലയങ്ങളിൽ കടന്നു പോകുന്നത് കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ടൊക്കെയും നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. പക്ഷെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാനും നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എങ്കിൽ നാം എന്താണ് ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. നമുക്കിഷ്ടമുള്ള കൽപ്പനകൾ അനുസരിക്കുക എന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഞാനും നിങ്ങളും അനുസരിക്കണം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നറിയാം. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവിക കൽപ്പനകളുണ്ട്. നമുക്ക് നമ്മുടെ അയൽക്കാരനെ ആ പ്രകാരം എനിക്കും നിങ്ങൾക്കും സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വരുമാനത്തിൻ്റെ 10% ദൈവത്തിന് കൊടുക്കണമെന്ന ദൈവിക പ്രമാണമാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്ക് എത്ര പേർക്ക് കൃത്യമായും നമ്മുടെ വരുമാനത്തിൻ്റെ 10% ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? ശത്രുവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തവരെ, നമ്മളെ വെറുക്കുന്നവരെ എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ സഹോദര സഹോദരി, നമ്മുടെ സ്നേഹം കാപട്യം നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നതിന്. പത്രോസിനോട് ചോദിച്ചു, നീ ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ഈ രാത്രി എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ, ആരൊക്കെ എവിടെ ഇരുന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നതെന്ന് ബലഹീനായി എനിക്കറിവില്ല. പക്ഷെ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം ഈ രാത്രി ആരൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെന്ന് സസൂക്ഷ്മം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ഈ രാത്രി സ്വർഗത്തിൽ ദൈവം ചോദിക്കുന്നു, ഇവയേക്കാളെല്ലാം ഉപയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുക. ഇവയേക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായി നമുക്ക് ദൈവം നൽകിയ സമ്പത്തുകളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതൊക്കെയും മിടുക്കരായ കുഞ്ഞുങ്ങളെ, മക്കളെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അവർക്ക് ഉന്നതമായ സ്ഥാനത്ത് ജോലി ലഭിച്ചിരിക്കുന്നവരുണ്ട്. അതിമിടുക്കന്മാരും സമർത്ഥന്മാരുമായ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവരെ ദൈവാശ്രയ ബോധത്തിലും ദൈവഭയത്തിലും വളർത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് അവരോട് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? പക്ഷെ ഞാൻ നിങ്ങൾ പറയും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന്. നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ചോദിച്ച ചോദ്യം ഈ രാത്രി ഹൃദയത്തിലേക്ക് അത് കയറുവാൻ തക്കവണ്ണം നാം അനുവദിക്കണം. ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ സ്നേഹിക്കുന്നവൻ്റെ പ്രവർത്തന രീതികൾക്ക് മാറ്റമുണ്ടാകും. അവൻ എന്തു ചെയ്യും? അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനാകും. മറ്റുള്ളവർ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെയാണ്. എനിക്ക് നിങ്ങൾക്കും ആ പ്രകാരം കഴിയുന്നുണ്ട്. ആത്മീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ
ദൈവത്തിൻ്റെ പ്രതിനിധികളായി പ്രസംഗിക്കുന്നവരും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരൊക്കെയും അന്യോന്യം പകയ്ക്കുന്നവരായി തീരുകയാണ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും നാം കാണുന്നത് ആ പ്രകാരമാണ്. നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനകളുണ്ട്, ആരാധനകളുണ്ട്, അതൊക്കെയുമുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവഭയം നമ്മളിൽ ഇല്ലാതെ പോവുകയാണ്. സമ്പത്തിനു വേണ്ടി മനുഷ്യർ പരക്കം പായുകയാണ്. നീതിയും ന്യായവും ഇല്ലാതെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഉത്സാഹിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ് ഇന്ന് അനേകർ. അവർക്കും പേര് ക്രിസ്ത്യാനികളെന്നാണ്. ഞായറാഴ്ചകളിൽ ദേവാലയത്തിൻ്റെ മുഖ്യാസ്ഥാനങ്ങളിലൊക്കെയും അവരുണ്ട്. പക്ഷേ നാം സമ്പാദിക്കുന്ന പണം ദൈവിക കൽപ്പനകൾ അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കണം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പുഴുവും തുരുമ്പെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമാണ് സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നത്. ഈ രാത്രി നമ്മളോട് തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ സ്വർഗത്തിൽ എൻ്റെയും നിങ്ങളുടെയും നിക്ഷേപം എത്രയാണ്? സ്വർഗത്തിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന ഒരു ദൈവ പൈതലാണോ ഞാനും നിങ്ങളും? അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയിരിക്കുന്നുവോ അവിടെയാകും നിങ്ങളുടെ ഹൃദയമെന്ന്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ദൈവത്തിൻ്റെ കൽപ്പനകളാണ് സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കൂ എന്നുള്ളത്. നമുക്ക് എത്ര പേർക്ക് ആ നിക്ഷേപത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്? ആ കാഴ്ചപ്പാട് നമുക്ക് എത്ര പേർക്കുണ്ട്? ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിഫലമുണ്ട്. അവിടെ ലോകം നമ്മെ മാനിക്കുകയില്ല. അവിടെ അപമാനങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാകും, സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെയും നമുക്കുണ്ടാകും. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ സകലതിനെയും ക്ഷമിക്കുവാനും സഹിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയണം. പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലേക്കുള്ള ലാക്കിലേക്കുള്ള ഓട്ടം ഓടുവാൻ തക്കവണ്ണം ഒരു ദൈവപൈതന് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ അവന് ദൈവത്തോടുള്ള സ്നേഹമാണ് അത് തീരുന്നത്. 63-ാം സങ്കീർത്തനത്തിൽ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുമ്പോൾ ആ വാക്കിനൊരർത്ഥമുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. 63-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അവിടെ പറയുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. എപ്പോഴാണ് വിളിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ദൈവസന്നദ്ധയിൽ നിലവിളിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം അവനെ കരം പിടിച്ച് നടത്തുന്നത് അവൻ്റെ ദൈവമാണ്. അവൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ശക്തി അവൻ്റെ ദൈവമാണ്. അവൻ്റെ ജീവൻ്റെ ഉടയവൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധമുള്ള ഹൃദയത്തോടുകൂടി അവൻ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നിലവിളിക്കുന്ന ഭക്തനായ മനുഷ്യനെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ പ്രകാരം നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയണമെങ്കിൽ ഹൃദയത്തിനുള്ളിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവിക ആശ്രയവും നമുക്കുണ്ടാകണം. മറ്റൊരു തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്
നമ്മെയും അറിയുന്നില്ല. ഈ പ്രകാരം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ലോകക്കാരൊക്കെയും നമുക്കെതിരായിട്ട് തീരും. എന്തുകൊണ്ട്? ലോകം അവനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി കർത്താവ് എന്നോട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഇവയെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ആ ചോദ്യത്തിന് ഈ രാത്രി ഞാൻ നിങ്ങൾ മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ചോദ്യത്തിന് ഞാനും നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഇവയെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായി ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആ ദൈവിക വെളിച്ചത്തിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്ത കൃപകൾക്കായിട്ട് സ്തോത്രം. നീ ഇവയെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളും ദൈവമേ, ആ ചോദ്യത്തിന് മുമ്പിൽ അവരുടെ സമർപ്പണങ്ങളെ അവിടെ നിന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഉപരിയായി അങ്ങയെ സ്നേഹിപ്പാൻ തക്കവണ്ണം, അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ കർത്താവെ, സമ്പൂർണ്ണമായി അങ്ങയിൽ ആശ്രയമുള്ള ഒരു ഹൃദയം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങയെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവമേ, അടിയങ്ങളെ ഓരോ മക്കളെയും ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.